കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങളേത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സുവിശേഷകനായ വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാ വിശ്വാസികളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സുവിശേഷകനാകാൻ വേണ്ടിയാണ്. ദൈവ രാജ്യത്തിൻ്റെ സുവിശേഷകനാകാനുള്ള ദൗത്യം, തെരഞ്ഞെടുപ്പ്, അതിനുവേണ്ട ശക്തി എല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഒരു ഉന്നതമായ അവയർനെസ്സാണ്, തിരിച്ചറിവാണ്. ഈ ലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ലോകത്തിൻ്റെ തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. നമ്മൾ സ്വന്തമാക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് ദൈവികമായ സുവിശേഷത്തിലൂടെ ഈശോ തന്നെ നമുക്കായി വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു ഉന്നതമായ ആത്മീയ ജീവിതത്തിൻ്റെ തിരിച്ചറിവ്. ഇത് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ഏറ്റെടുത്ത് ജീവിതം കൊണ്ട് എല്ലാ ക്രിസ്ത്യാനികളും പൂർത്തീകരിക്കേണ്ടതാണ്. എന്താണ്? ദൈവം നമ്മെ അവൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് നമ്മളെ എല്ലാവരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള നിത്യസത്യം. അതുകൊണ്ടാണ് ആദ്യ വായനയിൽ, രണ്ടാം സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സുവിശേഷ പ്രഘോഷകൻ നേരിടുന്ന അസ്വസ്ഥതകളും വെല്ലുവിളികളൊക്കെയാണ്. അല്ലെങ്കിൽ ആ ദൗത്യം ഏറ്റെടുക്കേണ്ട രീതി എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് വായനകളിലൂടെ വെളിപ്പെടുത്തുന്നത്. ആദ്യ വായനയിൽ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമാണ്, തൻ്റെ സുവിശേഷ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന ഒറ്റപ്പെടലാണ്, തിരസ്കരണമാണ്. ദേമാസ് എന്ന് പറയുന്നവൻ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം സുവിശേഷ വേല ശുശ്രൂഷ അവസാനിപ്പിച്ച് തന്നെ ഇട്ടിട്ട് പോയി എന്നാണ് പറയുന്നത്. അവസാനം ലൂക്കാ മാത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ പൗലോസിൻ്റെ കൂടെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ പലരും പല കാരണങ്ങൾ കൊണ്ട് സുവിശേഷ വേല അവസാനിപ്പിച്ചു. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണം ദേമാസിനെ കുറിച്ച് പറയുന്നത്, ഈ ലോകത്തോടുള്ള ആസക്തി മൂലം അവൻ ഈ സുവിശേഷ വേല അവസാനിപ്പിച്ചിട്ട് പോയെന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഈ സുവിശേഷ വേലയിൽ നിലനിൽക്കാൻ പറ്റാത്തതിന് കാരണം, സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട് ജീവിതത്തെ ബലപ്പെടുത്താൻ പറ്റാത്തതിന് കാരണം, ഈ ലോകം അത്ര കണ്ട് നമ്മളെ മാടി വിളിക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിൻ്റെ നൈമിഷികമായ സുഖങ്ങളും ആലോചനകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അത്ര കണ്ട് നമ്മെ മാടി വിളിക്കുന്നത് കൊണ്ട് സ്വർഗ രാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പലർക്കും പറ്റുന്നില്ല. അല്ലെങ്കിൽ പൗലോസിൻ്റെ കൂടെ അത്രയും നാൾ നടന്ന ദേമാസ് എന്ന് പറയുന്നവൻ ലോകത്തോടുള്ള ആസക്തി നിമിത്തം പൗലോസിനെ വിട്ടു പോകേണ്ട കാര്യമില്ല. തുടർന്ന് അങ്ങോട്ട് പറയുന്നത്, അലക്സാണ്ടറെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം കേട്ടോ എന്നാ പറയുന്നത്. പല കാരണങ്ങളുണ്ട്. സുവിശേഷത്തിനെതിരായിട്ടുള്ള സംഭാഷണങ്ങൾ, അതോടൊപ്പം തന്നെ
പൗലോസിനെ ഒറ്റപ്പെടുത്തുന്ന സ്വഭാവ സവിശേഷതകൾ മുന്നോട്ട് അങ്ങോട്ട് പൗലോസിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ്. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒരു സുവിശേഷ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റപ്പെടലിൻ്റെ അനുഭവം അത് അനുഭവിക്കാൻ ഒരുപക്ഷെ യഥാർത്ഥ സുവിശേഷ ജീവിതം നയിക്കുന്നവൻ കടന്നു പോകേണ്ടി വരുന്നൊരു അനുഭവമാണ് എന്ന് ആദ്യ വായന ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകേണ്ട ഇടങ്ങളിലേക്കൊക്കെ അവരയച്ചു. എങ്ങനെ അയക്കുന്നത്? കുഞ്ഞാടുകളെ അയക്കുന്നത് പോലെ അയക്കുന്നത്. അപ്പോൾ വളരെ സ്നേഹത്തോടെ ഈ കുഞ്ഞാടുകളെ അയക്കുന്നത് പോലെ കർത്താവ് വചനത്തിൽ പറയാണ്, ഞാൻ എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവരാജ്യത്തിന് വേണ്ടി അയക്കുകയാണ്. അപ്പോൾ സിംഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ് വിഴുങ്ങാനായിട്ട്. സിംഹക്കുട്ടികൾ ഈ ചെമ്മരിയാടുകളെ, കുഞ്ഞാടുകളെ വിഴുങ്ങാൻ കാത്തിരിക്കുന്നത് പോലെ ഒരു സുവിശേഷ പ്രഘോഷകൻ ദൈവരാജ്യത്തിന് ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത്ര കണ്ട് വിഴുങ്ങിക്കളയാൻ സാധ്യതയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. തകർക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകും. പോകും ഒന്നും കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തമ്പുരാനിലും അവൻ്റെ പരിപാലനയിലും മാത്രം ആശ്രയിച്ചു കൊണ്ടായിരിക്കണം ഈ സുവിശേഷ യാത്ര എന്ന് പറയുക. അപ്പോൾ ഈശോയുമായി ബന്ധപ്പെട്ടുള്ള, ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ യാത്രകളിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പരിപാലന മുഴുവനും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ടാണ്. ദൈവപരിപാലനയിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ടാണ് ഒരുവൻ തൻ്റെ സുവിശേഷ ജീവിതം ആരംഭിക്കേണ്ടത്. എന്ന് കരുതി സുവിശേഷ ജീവിതം ആരംഭിക്കുമ്പോൾ ദൈവത്തോട് ബന്ധപ്പെടുത്തി ഒരുവൻ വിശുദ്ധ ജീവിതത്തിനായി തീരുമാനമെടുക്കുമ്പോൾ, ദൈവത്തെ അധികമായി സ്നേഹിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, ദൈവരാജ് അനുഭവത്തിൽ ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ എതിർപ്പുകളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, സഹനങ്ങളുണ്ടാകും, ഒറ്റപ്പെടലുകളുണ്ടാകും, തിരസ്കരങ്ങൾ. ഈ അനുഭവങ്ങളൊക്കെ ഉള്ളപ്പോഴും കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ദൈവരാജ്യ ശുശ്രൂഷയിൽ തുടരുക എന്നുള്ളതാണ്. ഇത് അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കി എല്ലാവരും അവസാനം വരെ ഈ സുവിശേഷ വേലയെ തുടർന്നവരാണ്. മരണം വരെ, മരണത്തിലും സുവിശേഷ വേല ചെയ്തവരാണ്. രക്തം ചിന്തി സുവിശേഷം പ്രഘോഷിച്ചവരാണ് അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ വിളി, ആത്യന്തികമായ വിളി, ഈശോയോട് ബന്ധപ്പെടുത്തിയുള്ള വിളി, ഈശോയെ നൽകുക എന്നുള്ളത് തന്നെയാണ്. സുവിശേഷ ജീവിതമാണ്. ആ സുവിശേഷ ജീവിതത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചവരാണ് നമ്മളെല്ലാവരും എന്ന് മറന്നു പോകാത്തിടത്താണ് ഈ ലോകത്ത് സുവിശേഷം വളരുക. ഈശോയെ വെളിപ്പെടുത്തുന്ന സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് സാധ്യമാകുക. ഈ ബലിയിലൂടെ അതിനുള്ള കൃപയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.